നമസ്കാരം. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ മേഘങ്ങൾ ശക്തമാകുന്ന വേളയിൽ ഇറാൻ്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകൾ യൂറോപ്പിൽ ചൂടുപിടിക്കുകയാണ്. ജർമ്മൻ തലസ്ഥാനമായ ബെർലിനിൽ ഇറാനിയൻ പ്രവാസ നേതാവ് പഹലവി നടത്തിയ കൂടിക്കാഴ്ചകളും ജർമ്മൻ മാധ്യമങ്ങളിൽ നൽകിയ അഭിമുഖങ്ങളും വലിയ രാഷ്ട്രീയ ശ്രദ്ധ നേടുകയാണ്. ജർമ്മനിയിലെ വാർത്താ ചാനലായ വെൽറ്റ് ടിവിയും അദ്ദേഹത്തിൻ്റെ സന്ദർശനവും നിലപാടുകളും പ്രധാന വാർത്തകളായി റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. 1979 ഇസ്ലാമിക് വിപ്ലവത്തിന് മുൻപ് ഇറാൻ ഭരിച്ചിരുന്ന അവസാന ഷായായ മുഹമ്മദ് റസ പഹലവിയുടെ മകനാണ് റസ പഹലവി. അതിനുശേഷം രാജഭരണം അവസാനിക്കുകയും അയതുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് നിലവിൽ വരികയും ചെയ്തതോടെ പഹലവി കുടുംബം വിദേശത്തേക്ക് നീങ്ങുകയായിരുന്നു. അതിനുശേഷം വർഷങ്ങളായി നിലവിലെ ഭരണകൂടത്തെ വിമർശിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ പ്രവാസ രാഷ്ട്രീയ ശബ്ദങ്ങളിൽ ഒരാളായി റസ പഹലവി മാറി. ബെർലിനിലെ സന്ദർശനത്തിനിടെ വെൽറ്റ് TV അഭിമുഖത്തിൽ അദ്ദേഹം നടത്തിയ പരാമർശങ്ങളാണ് ഇപ്പോൾ കൂടുതൽ ചർച്ചയാകുന്നത്. ഈ ഭരണകൂടത്തെ താഴെ ഇറക്കുവാനുള്ള ഒരു അവസരമുണ്ടെങ്കിൽ അത് ഇപ്പോഴാണ് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. സോഷ്യൽ മീഡിയയിലും യൂറോപ്യൻ രാഷ്ട്രീയ വർത്തങ്ങളിലും ഇത് വ്യാപകമായി പങ്കുവയ്ക്കപ്പെട്ടു. ഇറാനിൽ എന്താണ് നടക്കുന്നത്? വർഷങ്ങളായി ശക്തമായ സമ്മർദ്ദങ്ങൾ നേരിടുകയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ ഇസ്രായേൽ സംഘർഷം, അമേരിക്കൻ ഉപരോധങ്ങൾ, എണ്ണ വരുമാനത്തിലെ കുറവ്, കറൻസിയുടെ മൂല്യത്തകർച്ച, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, യുവജന പ്രശ്നങ്ങൾ, സ്ത്രീകളുടെ അവകാശവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ, ഇതെല്ലാം ചേർന്നതാണ് രാജ്യത്തെ ഇന്നത്തെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക അന്തരീക്ഷം എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. 2022 മഹസ അമീനിയുടെ മരണത്തെ തുടർന്നുണ്ടായ രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾ ഇറാനിലെ ഭരണകൂടത്തിനെതിരായ വലിയ വെല്ലുവിളിയായി മാറിയിരുന്നു. സ്ത്രീകൾ ഹിജാബ് നിയമങ്ങൾക്കെതിരെയും യുവജനങ്ങൾ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനായും തെരുവിലിറങ്ങിയിരുന്നു. അതിനുശേഷം അശാന്തി തുടരുന്നതായാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. യൂറോപ്പിൻ്റെ സൂക്ഷ്മ നിലപാട് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാനിലെ മനുഷ്യാവകാശ പ്രശ്നങ്ങളെക്കുറിച്ച് പലവട്ടം ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഭരണകൂട മാറ്റത്തെ തുറന്ന് പിന്തുണയ്ക്കുന്നതിൽ അവർ സൂക്ഷ്മ സമീപനമാണ് സ്വീകരിക്കുന്നത്. കാരണം ഇറാനിലെ അനിശ്ചിതാവസ്ഥ പശ്ചിമേഷ്യ മുഴുവൻ അസ്ഥിരമാക്കാനുള്ള സാധ്യതയും തള്ളിക്കളയരുത്. അതുകൊണ്ട് തന്നെ യൂറോപ്പ് ഒരു വശത്ത് മനുഷ്യാവകാശ സമ്മർദ്ദം തുടരുകയും മറുവശത്ത് നയതന്ത്രവാദികൾ തുറന്നു വയ്ക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ റസ പഹലവിക്ക് ബെർലിനിൽ ലഭിച്ച മാധ്യമ ശ്രദ്ധ ഇറാൻ്റെ ഭാവിയെക്കുറിച്ചുള്ള യൂറോപ്യൻ താല്പര്യം വീണ്ടും ഉയർന്നുവെന്നതിന് തെളിവായി വിലയിരുത്തപ്പെടുന്നു. ജനങ്ങളുടെ മനസ്സിൽ എന്താണ്? ഇറാനിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് യുവജനങ്ങൾക്കിടയിൽ സ്വാതന്ത്ര്യം, തൊഴിലവസരം, ലോകവുമായി കൂടുതൽ തുറന്ന ബന്ധം, സാമൂഹിക പരിഷ്കാരം എന്നിവയ്ക്കുള്ള ആഗ്രഹം ശക്തമാണെന്നാണ് വിവിധ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നാൽ നിലവിലെ ഭരണകൂടത്തിന് പകരം എന്ത് സംവിധാനമാകണം എന്നതിൽ ഏകാഭിപ്രായമില്ല. ചിലർ ജനാധിപത്യ റിപ്പബ്ലിക് ആവശ്യപ്പെടുമ്പോൾ ചിലർ രാജതന്ത്രത്തിൻ്റെ പ്രതീകാത്മക മടക്കത്തെക്കുറിച്ച് സംസാരിക്കുന്നു. മുന്നിലുള്ള വലിയ ചോദ്യം, ഇറാനിൽ യഥാർത്ഥ മാറ്റം ഉണ്ടാകുമോ? പ്രവാസ പ്രതിപക്ഷ ശക്തികൾ ഒന്നിക്കുമോ? യൂറോപ്പ് കൂടുതൽ ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുമോ? അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ സംഘർഷങ്ങൾ ആഭ്യന്തര രാഷ്ട്രീയത്തെ എങ്ങനെ സ്വാധീനിക്കും? ഇതിനുള്ള വ്യക്തമായ ഉത്തരങ്ങൾ ഇപ്പോഴും ലഭ്യമല്ല എന്നുള്ളതാണ്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ടെഹ്റാനിലേക്ക് ലോകത്തിൻ്റെ കണ്ണുകൾ വീണ്ടും തിരിഞ്ഞിരിക്കുകയാണ് എന്നുള്ളത്.